ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയാസ് കിച്ചൺ വൈബ്സ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മുട്ടക്കറിയാണ്. ഇതിനു മുമ്പ് നമ്മൾ മുട്ട റോസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ ടേസ്റ്റിൽ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്നാൽ സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു മുട്ടക്കറി. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഇതിനാവശ്യമായ സാധനങ്ങൾ: സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ടൊമാറ്റോ പ്യൂരി, ഉപ്പ്, കസൂരി മേത്തി, പുഴുങ്ങിയ മുട്ട, മല്ലിയില ഇവയാണ്. ഇനി കറി തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കേണ്ടത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മുട്ടയായിട്ടുണ്ട്, ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 പച്ചമുളക് അരിഞ്ഞത് ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതൊരു ചെറിയ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റുള്ള കറിയാണ്, അതുകൊണ്ട് കറിവേപ്പില ചേർക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്തേച്ചാൽ മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവോള നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ടൊമാറ്റോ പ്യൂരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിനു വേണ്ടി ഇവിടെ 2 ചെറിയ തക്കാളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടുന്നത് വലിയ തക്കാളിയാണെങ്കിൽ ഒരെണ്ണം മതിയാവും. ആ കപ്പിലോട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് ഞാൻ ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇത് തക്കാളി വെറുതെ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തതാണ്. തക്കാളി വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വെറുതെ മിക്സിയിൽ അടിച്ചെടുത്താൽ മാത്രം മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത്രയുമാണ് ചേർത്തിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ചെറിയ തീ വെച്ച് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ആ ചാറങ്ങ് കുറുകി പോകും. മസാലയൊന്നും നന്നായിട്ട് യോജിച്ച് കിട്ടത്തുമില്ല. ഇപ്പം നന്നായിട്ട് മസാലയെല്ലാം മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1.5 കപ്പ് ചൂട് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട ഗ്രേവിയുടെ അനുസരിച്ച് വെള്ളം ചേർക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മുട്ട ചേർത്ത് കൊടുക്കാം. ഈ മുട്ട ഗ്രേവി കിടന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. ഞാൻ കുറച്ച് ഗ്രേവി ഇവിടെ ഇച്ചിരി കുറുക്കിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ ഇതിനു മുമ്പേ തന്നെ ഓഫ് ചെയ്യണം. ഇതിലേക്ക് 1 നുള്ളു പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ ഇത്രയും കുറുക്കാൻ നിൽക്കേണ്ട, ഇതിനു മുമ്പേ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് കസൂരി മേത്തി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളുടെ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റിലുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. രാവിലെ നമ്മൾ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്ത് തന്നെ ആയാലും അതിൻ്റെ കൂടെ എല്ലാം പോകുന്ന ഒരു കറിയാണ് മുട്ട കൊണ്ടുള്ളത്. അപ്പോൾ സ്ഥിരമായിട്ടും മുട്ടക്കറി ഒരേ ടേസ്റ്റ് വെക്കാതെ ഇങ്ങനെ മാറിയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇത് നല്ല ടേസ്റ്റാണ്, ഒരു സംശയവും ഇല്ല. പാലപ്പത്തിൻ്റെ കൂടോ പൊറോട്ടയുടെ കൂടോ പുട്ടിൻ്റെ കൂടോ ഏതിൻ്റെ കൂടെ ആണേലും ഒരു സൂപ്പർ കോമ്പിനേഷനിലുള്ളൊരു കറിയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.